വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈൻഡിങ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. സ്കീമിൽ ബൈൻഡിങ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ബൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് അല്ലെങ്കിൽ ഫങ്ഷൻസിന് ഒരു നെയിമുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് ഏതൊക്കെ ഓപ്ഷൻസ് ഉപയോഗിച്ച് എന്ന കാര്യമാണ് നമ്മൾ ഈ ബൈൻഡിങ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയുന്നത്. ഒന്നുകൂടെ പറയാം. വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2, 3, 4 അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രിങ് അങ്ങനെ ഏതെല്ലാം എന്താണ്? വാല്യൂസ് ആണ്. ഈ വാല്യൂസിനെ ഒരു വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ഒരു ആ വാല്യൂസിന് നമ്മളൊരു നെയിം കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സിയിലൊക്കെ എഴുതാറുണ്ട് A=3. എന്താണ് 3 എന്ന് പറയുന്ന വാല്യൂവിന് നമ്മളൊരു നെയിം കൊടുത്തത് എ എന്ന് പറയുന്നത്. തിരിച്ചും പറയാം, എ എന്ന് പറയുന്ന ഐഡന്റിഫയറിന് നമ്മളൊരു വാല്യൂ കൊടുത്തത് 3 എന്നും പറയാം. അതുപോലെ ഓരോ ഫങ്ഷൻസിനോ അതല്ല എന്നുണ്ടെങ്കിൽ വാല്യൂസിനോ ഒരു നെയിമുമായിട്ട് എന്തൊക്കെ ഓപ്ഷൻസിൽ നമുക്ക് ബൈൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 3 ഓപ്ഷൻസ് ആണുള്ളത്. ലെറ്റ് സ്റ്റാർ, ലെറ്റ് റെക് എന്ന് പറയും. ഇത് ഓരോന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഇത് ഡിഫോൾട്ടായിട്ട് ഇതിൽ വരുന്നതാണ്. ഒരു എക്സാമ്പിൾ അല്ല, ലെറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. എന്ത് എഴുതുന്നതും ബ്രാക്കറ്റിൽ എഴുതണം എന്ന് പറഞ്ഞു. ലെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബ്രാക്കറ്റിനകത്താണ് എഴുതാറുള്ളത്. ലെറ്റിന്റെ ഇത് ഫുൾ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ മുഴുവനും ഒരു ബ്രാക്കറ്റിനകത്താണ് എഴുതാറുള്ളത്. ഇനി ലെറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രാക്കറ്റ്, ഇതിനകത്തിൽ നമ്മൾ എന്തൊക്കെ അസൈൻമെന്റ്സ് ഉണ്ടോ അതെല്ലാം എഴുതണം. എനിക്കിപ്പം എ എന്ന് പറയുന്ന വേരിയബിളിന് 3 എന്നും ബി എന്ന് പറയുന്ന വേരിയബിളിന് 4 എന്നും അസൈൻ ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എങ്ങനെ എക്ക് 3 കൊടുക്കണം, ബിക്ക് 4 കൊടുക്കണം. അപ്പം 2 അസൈൻമെന്റ്സ് എനിക്ക് ചെയ്യാനുണ്ട് അല്ലെ? അപ്പം അതിനെ ഓരോന്നിനെയും ഓരോ ബ്രാക്കറ്റിനകത്ത് വേണം എഴുതാൻ. എ എന്ന് പറയുന്നത് 3 ആണ്, ഇങ്ങനെയാണ് എഴുതാറുള്ളത്. അത് കഴിഞ്ഞ് ബി എന്ന് പറയുന്നത് 4 ആണെന്ന് എഴുതി. കണ്ടോ? ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഡിസ്പ്ലേ ചെയ്യണം. എന്താ ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ഡിസ്പ്ലേ എയും ബിയുടെ ആഡ് ചെയ്യുന്നത്. എങ്ങനെ എഴുതേണ്ടത്? A+B എന്ന് എങ്ങനെ എഴുതുന്നത്? ഈ നൊട്ടേഷനിൽ വേണം എഴുതാൻ. ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കണമായിരുന്നു, അത് വിട്ടുപോയതാണ്. ഇതെങ്ങനെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. കണ്ടോ? എക്ക് 3 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു, ബിക്ക് 4 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. A+B ചെയ്യാൻ പറഞ്ഞു. ഡിസ്പ്ലേ ചെയ്ത് എനിക്ക് ആൻസർ കിട്ടി. കണ്ടോ? എയുടെയും ബിയുടെയും കൂടെ വാല്യൂ അസൈൻ ചെയ്തത് തമ്മിൽ ആഡ് ചെയ്ത് എനിക്ക് ആൻസർ കിട്ടി. ഇപ്പൊ മനസ്സിലായ ലെറ്റ് എന്തിനാണ്? ലെറ്റ് എന്താണ് ചെയ്യുന്നത്? എക്ക് 3 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നു, ബിക്ക് 4 എന്നുള്ള വാല്യൂ അസൈൻ. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഞാൻ ഇതിനെ കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് എഴുതാം. ഇവിടെ നോക്കും, ഈ ഒരു ലൈനിനകത്തിൽ A=3 കൊടുത്തു, B=4 കൊടുത്തു. അതുപോലെ ഞാൻ പുതിയൊരു ഫംഗ്ഷനും കൂടെ ഒരു നെയിം ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇനി ഇവിടെ എവിടെയെങ്കിലും സ്ക്വയർ എന്ന് ഒരു കാര്യം പറയുകയാണെങ്കിൽ അതൊരു ഫംഗ്ഷൻ ആണ്. സ്ക്വയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് എങ്ങനെ എഴുതാം? ലാംഡ ഐ ഓഫ് എക്സ് ആണ്. ലാംഡ ഐ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർ XX ആണ്. അപ്പൊ എന്റെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്ഷനും കഴിഞ്ഞു. ഇനി എന്റെ ഡിക്ലറേഷൻസ് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടേണ്ട പ്ലസ് ഫസ്റ്റ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത് സ്ക്വയർ എയും സെക്കൻഡ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത് സ്ക്വയർ ബിയും ആണെന്നിരിക്കട്ടെ. ബ്രാക്കറ്റ്സ് എല്ലാം ഓക്കെ ആണോ? കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കിട്ടുന്നുണ്ടല്ലോ. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ആൻസർ എത്ര ആയിട്ട്? 9 + 4 16 എന്ന് പറയുന്നത് 25 ആണ്. ഇനി ഇതിന് പുറത്ത് നമുക്കൊരു സ്ക്വയർ റൂട്ട് കൂടെ കണ്ടുപിടിക്കണമെന്നുണ്ടായിരുന്നെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യുക? ഡിസ്പ്ലേ എന്തെഴുതുക? SQRT. SQRT എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഒരു ബ്രാക്കറ്റിനകത്ത് SQRT ഓഫ് സ്ക്വയർ A പ്ലസ് സ്ക്വയർ B ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും.
മനസ്സിലായോ? 25 ആയിരുന്നു നമുക്ക് ഇത്രയും പോർഷൻ ചെയ്തപ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ട് കിട്ടുമ്പോൾ 5. ഇങ്ങനെയാണ് ലെറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, അത് വീണ്ടും റൺ ചെയ്ത് കാണിക്കാൻ പോവാണ്. ഇതിനകത്തില് രണ്ടാമതൊരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ലെറ്റില് എങ്ങനെയാണ് ഇവിടുത്തെ വാല്യൂസിനെ എല്ലാം അസൈൻ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ, ഞാൻ വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിവിടെ കഴിഞ്ഞല്ലോ. ലെറ്റ്, ഇത് ഓരോന്നും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. എ എന്ന് പറയുന്നത് 3 ആണെന്ന് ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി വീണ്ടും ഞാൻ എഴുതി ലെറ്റ് എ എന്ന് പറയുന്നത് 4 ആണെന്ന് ഞാൻ എഴുതി കൊടുത്തു. അതിനുശേഷം ഞാൻ ബി എന്ന് പറയുന്നത് എ ആണെന്നും അസൈൻ ചെയ്ത് കൊടുത്തു. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്തു? എ = 4 എന്നും കൊടുത്തു, ബി = എ എന്ന് ഞാൻ എഴുതി കൊടുത്തു. ഇനി ഞാനിവിടെ a+b ചെയ്യാണ്. പ്ലസ് എ ബി എന്ന് പറയുന്നതിനെ ഡിസ്പ്ലേ ചെയ്യാൻ ഞാനിവിടെ പറഞ്ഞാല് എനിക്ക് എന്ത് വാല്യൂ കിട്ടുമെന്ന് നിങ്ങൾ ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. എന്ത് വാല്യൂ കിട്ടിയത്? a+b ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് വാല്യൂ കിട്ടിയത്? a = 3 ആയിരുന്നു. a = 4 എന്ന് ഞാൻ വീണ്ടും ഡിഫൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ b = a എന്ന് കൊടുത്തു. അപ്പൊ ഈ ബിക്ക് ആദ്യം എയുടെ വാല്യൂ 3 ആയിരുന്നു, പിന്നീട് എയുടെ വാല്യൂ 4 ആണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഉടനെ തന്നെ b = a എന്ന് കൊടുത്തു. അപ്പൊ ബിക്ക് ഏത് വാല്യൂ ആണ് അസൈൻ ആവുക? a എന്ന് പറയുന്ന 4 ആണോ അതോ 3 ആണോ അസൈൻ ആവുക? ഇവിടെ എന്താണ് നമുക്ക് അസൈൻ ആയിരിക്കുന്നതെന്ന് മനസ്സിലായി? എന്താണ് അസൈൻ ആയിരിക്കുന്നത്? 4 + 3 ചെയ്താൽ മാത്രമല്ല എന്താകത്തുള്ളൂ? 7 ആകത്തുള്ളൂ. അപ്പം ഇവിടെ ബിക്ക് അയക്കുന്ന വാല്യൂ എന്താണ്? 3 ആണെന്ന് മനസ്സിലായി. അപ്പൊ ലെറ്റിന്റെ ഒരു പ്രോബ്ലം ആണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീച്ചർ ആണെന്നോ പറയാം. എന്താണ് പ്രോബ്ലം എന്നല്ല അതിനെ പറയുന്നത്. ലെറ്റിൽ എങ്ങനെയാണ്? ഇവിടെ ഞാൻ ഒരു ഇന്നർ സ്കോപ്പിൽ, നെസ്റ്റഡ് സ്കോപ്പ് എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഒരു ലെറ്റിനകത്ത് വേറൊരു ലെറ്റ് എഴുതിയേക്കല്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അതിൽ ഈ ലെറ്റിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന വാല്യൂവിനെ വേറൊരു വാല്യൂയിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു അല്ലെ. എ ഇവിടെ ബിക്ക് അസൈൻ ചെയ്ത് കൊടുത്താലും എന്താ സംഭവിക്കുന്നത്? നെക്സ്റ്റ് എന്റെ തൊട്ട് പ്രീവിയസ് ലെവലില് എന്തായിരുന്നോ ആ വേരിയബിളിന്റെ വാല്യൂ അതായിരിക്കും എന്ത് ചെയ്യുക? അസൈൻ ആയി മാറുക. എന്ന് പറഞ്ഞാല് ഇതെന്താണ് പ്രീവിയസ് ലെവൽ? ഞാനിതിവിടെ തൊട്ട് താഴെ എഴുതിയെന്നേ ഉള്ളൂ, ലെവലൊക്കെ സെയിം തന്നെയല്ലേ. എങ്ങനെ മനസ്സിലായി ലെവൽ സെയിം ആണെന്ന്? ഈ ലെറ്റിന്റെ ഡിക്ലറേഷൻ എല്ലാം കഴിഞ്ഞു അല്ലേ. ഈ 2 ബ്രാക്കറ്റിനും ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ വേറൊരു ലെറ്റ് എഴുതിയേക്കുന്നത്. ആ ലെറ്റിനകത്തില് a = 4 ഡിക്ലറേഷൻ എല്ലാം കംപ്ലീറ്റ് ആവുന്ന എങ്ങനെയാണ്? ഈ പുറത്തെ ബ്രാക്കറ്റിലൂടെ ക്ലോസ് ആയി കഴിയുമ്പോഴാണ്. അവിടെ എന്താണ്? ഇപ്പൊ ഡിക്ലറേഷൻ കംപ്ലീറ്റ് ആയി നിൽക്കുന്ന തൊട്ട് മുമ്പത്തെ ലെവൽ ഏതാണോ അത് ഏതാണ്? a = 3 എന്നുള്ള ഈ ഒരു ലെവലാണ്. അവിടുത്തെ വാല്യൂ ആയിരിക്കും എന്താവുക? അസൈൻ ആയി കിട്ടുക. ഇത് ലെറ്റിന്റെ ഇതേ പ്രശ്നമല്ല, ഇത് നമുക്ക് വേറൊരു രീതിയിൽ ലെറ്റ് സ്റ്റാർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേ സ്ഥലത്ത് ഞാൻ ലെറ്റ് സ്റ്റാർ കൊടുത്തു. ഇവിടെ ഇപ്പൊ ആൻസർ കിട്ടിയ എന്താണ്? 7 ആണ്. ഇത് ലെറ്റ് ആണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കൊടുത്തതേ ഉള്ളൂ. ഇനി അടുത്തൊരു ന്യൂ ലൈൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് കൊടുക്കാൻ ഇപ്പോഴും വിട്ടുപോകാറുണ്ട്. സെയിം പ്രോഗ്രാം ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് സെയിം പ്രോഗ്രാം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? ലെറ്റിന് പകരം ലെറ്റ് സ്റ്റാർ ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യട്ടെ. ആൻസർ എങ്ങനെ വരുന്നു നോക്കാം. ലെറ്റിൽ എന്താണ് വാല്യൂ വന്നത്? 7 ആണ് വന്നത്. ലെറ്റ് സ്റ്റാറിൽ എന്താണ് വാല്യൂ വന്നത്? 8 ആണ് വന്നത്. 8 ആവുന്നത് എങ്ങനെയാ? a = 4 b = 4 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴല്ല 8 വരത്തുള്ളൂ. ഇപ്പൊ മനസ്സിലായോ ലെറ്റ് സ്റ്റാറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്? ലെറ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ലെവലിൽ എന്താണോ അസൈൻമെന്റ് നടത്തിയേക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇവിടെ ചെയ്യാറുള്ളത്. എന്നാൽ ലെറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യലി ആയിരിക്കും എന്താണ് ബൈൻഡിങ് ചെയ്യുക.
ലെറ്റില് എന്താണ് പ്രീവിയസ് ലെവലിനെ നോക്കിയായിരിക്കും ബൈൻഡിങ് ചെയ്യുക. ലെറ്റ് സ്റ്റാറിൽ സീക്വൻഷ്യലി ആണ് ബൈൻഡിങ് ചെയ്യുക. ഇവിടെ A = 3 ആയിരുന്നു. ദെൻ ലെറ്റ് സ്റ്റാർ ആണ് കൊടുത്തേക്കുന്നത്. A = 4 ആയി. B = A എന്ന് പറഞ്ഞാൽ എന്താ, തൊട്ട് മുമ്പ് ഇപ്പൊ എന്താണോ എക്ക് ബൈൻഡിങ് കൊടുത്തേക്കുന്നത് 4 എന്നാണ്, അത് തന്നെ എടുത്ത് ബിക്ക് കൊടുക്കാൻ പറയും. അതാണ് ലെറ്റ് സ്റ്റാർ എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് ലെറ്റ് റെക്ക്. പേരിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ലെറ്റ് റെക്ക് എന്ന് പറഞ്ഞാൽ റിക്കർഷൻ ഉള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ലെറ്റ് റെക്ക്. അതിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് റെക്കിന്റെ എക്സാമ്പിൾ ഞാൻ ആ ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അവിടെ തന്നെ എടുത്ത് കോപ്പി ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സാമ്പിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ എഴുതി തന്നെ പോകാം. നമ്മൾ ലെറ്റ് എഴുതുന്നത് പോലെ തന്നെ എന്ത് എഴുതുക, ലെറ്റ് റെക്ക് എന്ന് എഴുതുക. നമുക്ക് എന്താണ് നമ്മളുടെ ഇത് കഴിഞ്ഞ് എന്താ വേണ്ടത്, ബ്രാക്കറ്റിനകത്തിൽ എഴുതി കൊടുക്കണം. ബ്രാക്കറ്റിനകത്തിൽ നമ്മൾ നെയിംസ് ബൈൻഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ റിക്കർഷൻ ആകുമ്പോൾ ഒരു ഫംഗ്ഷൻ അല്ലേ, ആ ഫംഗ്ഷന്റെ പേര് ഫാക്ടോറിയൽ. ഫാക്ട് എന്ന് പറയുന്ന ഫംഗ്ഷന് ഞാൻ ഒരു പേര്, ഫാക്ട് എന്നാണ് ഏതോ ഒരു ഫംഗ്ഷന് ഞാൻ പേര് ബൈൻഡ് ചെയ്ത് കൊടുത്തു, ഫാക്ട്. അപ്പൊ ഏതാണ് ഫംഗ്ഷൻ എന്നുള്ളത് എഴുതണം. നമ്മൾ അങ്ങനെയല്ലേ, ആദ്യം ഏതാണോ പേര് അതിനുശേഷം എന്താണോ വാല്യൂ. അതുപോലെ ഞാൻ ഫംഗ്ഷന്റെ പേര് കൊടുത്തു ഫാക്ട്. ഇനി അതിന് വരേണ്ട വാല്യൂ എന്താണെന്ന്. വാല്യൂ എന്താണ്, ഒരു ഫംഗ്ഷനല്ലേ എഴുതണ്ടേ. ഫംഗ്ഷൻ എങ്ങനെ എഴുതുക, ലാംഡ. ഫംഗ്ഷൻ എഴുതുമ്പോൾ എപ്പോഴും മനസ്സിൽ വന്നേക്കണം ലാംഡ. ലാംഡ മാത്രമേ ഉള്ളൂ, ലാംഡ ഓഫ് n. ലാംഡ ഓഫ് n എന്ന് എഴുതി കഴിഞ്ഞാൽ ഇനി എന്താണ് ആ ഫംഗ്ഷനകത്ത് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഫാക്ടോറിയൽ കാണുന്നത്, n × n - 1 × n - 2 എക്സെട്ര അപ് ടു 1 വരെ എന്നാണ് നമ്മൾ എഴുതാറുള്ളത് അല്ലേ. ഇഫ് എന്താ എഴുതുക, n = 1 ആണെങ്കിൽ ഫാക്ടോറിയൽ 1 തന്നെ. n = 1 എങ്ങനെ എഴുതുക, n 1 ആണെങ്കിൽ ഫാക്ടോറിയൽ എങ്ങനെയാണ് എഴുതുക, ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും. ഇവിടെ ഇഫ് എൽസ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇഫ് ട്രൂ ആണെങ്കിൽ ഫസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക് പോകും. ഇഫ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് പാർട്ട്, ഇഫ് n = 1 ആണെങ്കിൽ ഇത്, അല്ലാന്നുണ്ടെങ്കിൽ n = 1 അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, സ്റ്റാർ n × ഫാക്ടോറിയൽ ഓഫ് n - 1. n × n - 1 എന്നുള്ളത് n × വീണ്ടും എന്ത് ചെയ്യുക, ഫാക്ടോറിയൽ ഓഫ് എന്താണ് n - 1 മൈനസ് n 1. അങ്ങനെയല്ലേ എഴുതേണ്ടത്. അത്ര എഴുതി നമ്മൾ ആ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. ശരിയാണല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് എത്ര ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്, 7. ഇവിടെയും 7. ഓക്കെ, ഇപ്പം നമ്മളുടെ ഭാഗം ശരിയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെയാണ്, സപ്പോസ് എനിക്ക് 5ന്റെ ആണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ 6ന്റെ ആണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഞാൻ എഴുതണം ഡിസ്പ്ലേ എന്താ എഴുതുക, ഫാക്ടോറിയൽ ഓഫ് 6 ആണെങ്കിൽ 6, 7 ആണെങ്കിൽ 7 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് റൺ ചെയ്താൽ മതിയാവും. എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലും ഒരു ബ്രാക്കറ്റ് തെറ്റിപ്പോയാൽ തന്നെ എററുകൾ വരും കേട്ടോ. ഓക്കെ, ശരിയാണ്. ഇപ്പം 7 ആയതുകൊണ്ട് നമുക്കത് 7 ഫാക്ടോറിയൽ 5040 ആണ്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ലെറ്റ് സ്റ്റാർ, ലെറ്റ് റെക്ക് ഇതെല്ലാം കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ലെറ്റ് എന്തിനാണ്, ഇപ്പോൾ ലെറ്റ് ആണെങ്കിലും ലെറ്റ് സ്റ്റാർ ആണെങ്കിലും ലെറ്റ് റെക്ക് ആണെങ്കിലും വേരിയബിൾസിന് വാല്യൂസിനെ അസൈൻ ചെയ്ത് കൊടുക്കും. വാല്യൂസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസിന് നെയിമുമായിട്ട് ബൈൻഡ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ലെറ്റ് സ്റ്റാർ, ലെറ്റ് റെക്ക് ഉപയോഗിക്കുന്നത്. ലെറ്റ് ആണെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് പ്രീവിയസ് ലെവലിലെ ബൈൻഡിങ്ങിനെ അനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുക.
ലെറ്റ് സ്റ്റാർ ആണെങ്കിൽ സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ലെറ്റ് റെക് ആണെങ്കിൽ റിക്കർഷന്റെ കേസിലാണ്. ഇവിടെ അപ്പം നമുക്ക് ഒരേ ടൈമിൽ കുറേ ബൈൻഡിങ്സ് വർക്ക് ചെയ്യണം അല്ലേ. എന്നിന്റെ വാല്യൂ 7 ആയിട്ടിരിക്കുന്നത് വർക്ക് ചെയ്യണം. അതിനുശേഷം അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടും മുമ്പ് പോയിട്ട് n=6 വർക്ക് ചെയ്യണം. n=5 4 3 2 1. പിന്നെ എന്ത് ചെയ്യണം? 1ന്റെ കിട്ടിക്കഴിയുമ്പോൾ 1. അതിനുശേഷം 1 ഇൻറ്റു അങ്ങനെ ഓരോന്നും ചെയ്യണ്ടേ. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 വരെ ഉള്ള വാല്യൂസ് നമുക്ക് കിട്ടണം. അതുകൊണ്ട് ലെറ്റ് റെക് അവിടെ കുറേ ബൈൻഡിങ്സ് ഒരേ സമയത്ത് ഓരോന്നോരോന്ന് മാറി മാറി വരുന്നുണ്ട്. അത് ലെറ്റ് റെക് റിക്കർഷൻ ഉള്ള സമയത്ത്. ലെറ്റ് സ്റ്റാർ എവിടെയാണ്? നമുക്ക് സീക്വൻഷ്യലി ആണ് ബൈൻഡിങ് വരേണ്ടതെങ്കിൽ ആ സീക്വൻഷ്യലി എന്ന് പറഞ്ഞ കേസ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ഇത് കണ്ടാൽ മനസ്സിലാവും ഇവിടെയുള്ള വാല്യൂസും ആൻസർ. ദെൻ നമുക്ക് ലെറ്റ് അവിടെ പ്രീവിയസ് ലെവലിനെ അനുസരിച്ചായിരിക്കും. ഇത്രയേ ഉള്ളൂ. ലെറ്റ് സ്റ്റാർ ലെറ്റ് റെക് ബൈൻഡിങ് ഇൻ സ്കീം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.